മാർപ്പാപ്പ അതീവ ഗുരുതരാവസ്ഥയിലാണ്. എന്തും സംഭവിക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ. സംഭവിച്ചോ എന്നുള്ളതും അതിൽ പല കാര്യങ്ങളിലും നിഗൂഢമായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ ഇതുവരെ സംഭവിച്ചത് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ഇനി സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് നമുക്ക് ദൈവത്തിന് മാത്രമേ പറയാൻ കഴിയൂ. അതായത് ഇതുവരെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ശ്വാസകോശം പോയ അവസ്ഥയിലാണ്. നേരത്തെ പ്ലൂറസി വന്നിട്ടാണത് മുറിച്ച് മാറ്റേണ്ടി വന്നത്. ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് ന്യൂമോണിയയാണ്. അപ്പോൾ ന്യൂമോണിയയുടെ സമ്മർദ്ദം എന്ന് പറയുന്ന 2 ശ്വാസകോശങ്ങളും ഉണ്ടാകുന്നതിനേക്കാൾ ഇരട്ടിയാണിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ. കാരണം ഒന്നേ ഉള്ളൂ ഫലപ്രാപ്തിയിൽ. അപ്പോൾ ഇതുകൊണ്ട് കഠിനമായ വേദന അദ്ദേഹം സഹിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനെ കാഴ്ചക്കാരിൽ ഒരാൾ പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ അദ്ദേഹം കുരിശിലിങ്ങനെ തലവെച്ചുകൊണ്ട് കഠിനമായ വേദന സഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് പറയും. ആ കഠിന വേദന സഹിക്കുമ്പോഴും ക്രിസ്തുവിനെ പോലെ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം, 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതും നമ്മൾ ചെവിക്കൊള്ളേണ്ടതും. ഒന്ന്, ഒരു കാര്യവും മറച്ചു വയ്ക്കരുത്. ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ രോഗത്തെ സംബന്ധിച്ച ഒരു കാര്യവും നിങ്ങൾ മറച്ചു വയ്ക്കരുത്. മാവോ സെ തെങ്ങുൻ്റെ കാര്യത്തിലും കിങ് യിം ജുൻ എന്നൊക്കെ പറയുന്ന ഉത്തര കൊറിയൻ ഭരണാധികാരികളുടെ കാര്യത്തിലും മറച്ചു വയ്ക്കുന്നത് പോലെ ഒരു ഇരുമ്പ് മറ ഈ കാര്യത്തിൽ വേണ്ട. തലേ ദിവസം അത് പറഞ്ഞതിൻ്റെ തലേ ദിവസം ഡോക്ടർമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നില വളരെ 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 മെച്ചപ്പെട്ടു എന്നുള്ള വാക്കാണ്. അത് സാധാരണ ഈ ഇത്തരത്തിൽ വലിയവരുടെയൊക്കെ തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുന്നത് ഇത്തരത്തിലാണ്. ജനങ്ങൾക്കൊരു ആശ്വാസം നൽകാനാണ്, ഒരു പൊട്ടിക്കരച്ചിലും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. അങ്ങനെ ലഘൂകരണത്തിന്, ദുഃഖ ലഘൂകരണത്തിന്. പക്ഷേ ഇദ്ദേഹം അങ്ങനെ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം വന്ന വാർത്തയാണ് വളരെ 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 ഗുരുതരം. ആ ഒരവസ്ഥയിൽ മാറ്റമുണ്ടതായിട്ട് മെഡിക്കൽ ബുള്ളറ്റിനുകളിൽ ഒന്നും തന്നെ പറയുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് എല്ലാ പോപ്പുമാരും അസുഖം വന്നാൽ പോകുന്ന റോമിലെ ജെമിലി എന്ന് പറയുന്ന ആശുപത്രിയിലാണ്. ആ ആശുപത്രിയിൽ അദ്ദേഹം കഠിനമായ വേദന അനുഭവിക്കുന്നുണ്ട് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ആ മഹാ ഇടയൻ ഈ വേദന അനുഭവിക്കുമ്പോഴും പറഞ്ഞിട്ടുള്ളതും അദ്ദേഹം ഒരു ഒസ്യത്ത് തയ്യാറാക്കി വെച്ചിട്ടുള്ളപ്പോൾ അതിൽ പറഞ്ഞതും വളരെ ലളിതമായിട്ടുള്ള രീതികളോട് മാത്രമേ എൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്താൻ പാടും. സംസ്കാര ചടങ്ങെന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ ചടങ്ങുകൾ അനുസരിച്ച് തന്നെയാണ് നീങ്ങുന്നത്. ഇദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നതിന് പോലും പരമ്പരാഗതമായിട്ടുള്ള ചടങ്ങുകളുണ്ട്. ഡോക്ടർമാർ പറഞ്ഞാൽ പോരാ, വത്തിക്കാൻ അത് അംഗീകരിക്കുകയില്ല. ഇവരുടേതായിട്ടുള്ള ഒരു പരമ്പരാഗത രീതിയുണ്ട്. അത് നമുക്കറിയാവുന്നതുപോലെ കമർലിംഗോ എന്ന് പറയുന്ന ഒരു കർദിനാൾമാരാണ് ഇതിൻ്റെ എല്ലാം ചുമതല വഹിക്കുന്നത്. കമർലിംഗോ എന്ന് പറയുന്ന ഒരു കർദിനാളുണ്ട്. ആ കർദിനാലാണ് ഇവരുടെ അപ്പോസ്തലിക പേപ്പൽ കുടുംബത്തിൻ്റെ എല്ലാ ചുമതലകളും, അപ്പോസ്തോലികമായിട്ടുള്ള എല്ലാ ചുമതലകളും നിർവഹിച്ചു വരുന്നത്. അദ്ദേഹം ഒരു വെളുത്ത ചുറ്റികയുമായിട്ട് വരും. മരിച്ചു എന്ന് ഡോക്ടർമാർ അവകാശപ്പെടുന്ന പോപ്പിൻ്റെ ശരീരത്തിൽ ഈ വെള്ളിച്ചുറ്റിക കൊണ്ട് 3 പ്രാവശ്യം അടിക്കും. ഈ 3 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞിട്ടും അന്തരിച്ചു എന്ന് പറയുന്ന പോപ്പിൽ നിന്നോ മാർപ്പാപ്പയിൽ നിന്ന് യാതൊരു വിധമായ പ്രതികരണവും ഇല്ലെങ്കിൽ വത്തിക്കാൻ അദ്ദേഹം മരിച്ചതായിട്ട് സ്ഥിരീകരിക്കും. അങ്ങനെയാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ സാധാരണഗതിയിൽ അടക്കാറുള്ളത്, പാപ്പമാരെ മുഴുവൻ പരമ്പരാഗതമായിട്ട് അടക്കാറുള്ളത് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്ന സ്ഥലത്താണ്. അവിടെയാണ് മൈക്കലാഞ്ചലോ വരച്ച മനോഹരമായിട്ടുള്ള വിശ്വവിഖ്യാതമായിട്ടുള്ള ചിത്രങ്ങളുള്ളത്. ഇദ്ദേഹത്തിന് സ്ഥലം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലം വേറെയാണ്. ഒന്ന് ഇദ്ദേഹം ഒസ്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, എന്നെ അടക്കേണ്ടത് സാന്താ മറിയ ബസിലിക്ക എന്ന് പറയുന്ന പ്രത്യേക ബസിലിക്കയിലായിരിക്കണം. ചടങ്ങുകൾ വളരെ ലളിതമായിരിക്കണം. ശവപേടകം പോലും ലളിതമായിട്ടുള്ളതായിരിക്കണം എന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലാളിത്യവും നന്മയും എത്ര കോടി വേണമെങ്കിലും മുടക്കി ചെയ്യാൻ വത്തിക്കാൻ തയ്യാറാണ്. പക്ഷെ അതൊന്നും വേണ്ട. ഇതിനൊക്കെ റിഹേഴ്സൽ ഇപ്പോൾ നടക്കുന്നതായിട്ടാണ് അറിവ്. തീർച്ചയായിട്ടും അത് നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ പ്രധാനപ്പെട്ട വ്യക്തികൾ വരുമ്പോൾ നമ്മൾ തന്നെ റിഹേഴ്സൽ നടത്താറുള്ളതാണല്ലോ. ഒരു മോക്ക് ഡ്രിൽ ഒക്കെ നടത്താറുണ്ടല്ലോ. അതുപോലെ അപായങ്ങൾ വരുമ്പോഴും ഒരു മോക്ക് ഡ്രിൽ നമ്മൾ നടത്താറുണ്ടല്ലോ. അപ്പോൾ ഇതിനുള്ള സാധ്യതകൾ ഡോക്ടർമാർ തള്ളിക്കളഞ്ഞിട്ടില്ല. അദ്ദേഹം മരിക്കില്ലെന്നൊരു ഉറപ്പ് ആർക്കും നൽകാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ഗുരുതരാവസ്ഥ കഴിഞ്ഞു എന്നും ആരും പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇതൊക്കെ അവരുടെ പരമ്പരാഗത രീതിയുടെ ഭാഗം തന്നെയാണ്.
ഇങ്ങനൊരു സിറ്റുവേഷനിൽ അവർ ചെയ്യാറുള്ളത് തന്നെയാണ്. പിന്നെ 9 ദിവസമാണ് ഇത് എംബാം ചെയ്തു വെക്കുക. 9 ദിവസമാണ് ഈ ശരീരം അവിടെ സൂക്ഷിച്ചു വെക്കുക. എംബാം ചെയ്ത് പല പോപ്പുമാരുടെ കാര്യത്തിൽ ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ തന്നെ എടുത്ത് പുറത്ത് ആ ശരീരത്തിൻ്റെ പുറന്തോട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ സംസ്കരിക്കും, അങ്ങനെ സംരക്ഷിച്ചു വെക്കും. അല്ല, അപ്പം ഇതൊരു പൊതുദർശനമാണോ? പൊതുദർശനം. പക്ഷേ പൊതുദർശനത്തിന് പോലും വിലക്കുകൾ വേണം. അധികം ആളുകളെ കൊണ്ടുവരണ്ടെന്നാണ് ഇദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം പൊതുദർശനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കും? അതെ, കർദിനാൾമാർ മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. മറ്റുള്ളവർക്ക് പ്രവേശനം കൊടുക്കില്ലെന്നുള്ള ഒരാഗ്രഹമാണ് ഈ പാപ്പ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് നടക്കുന്നത് ശവസംസ്കാരം കഴിഞ്ഞാലാണ് പിന്നെ ഈ കോൺക്ലേവ് എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള പരമ്പരാഗതമായ ചടങ്ങ് നടത്തുക. അതിനായിട്ട് പ്രത്യേക ഒരു കോട്ടേജ് ഉണ്ട്. ആ കോട്ടേജിൽ കർദിനൽമാർ കൂടും. എല്ലാവർക്കും കൂടാൻ പറ്റില്ല. 80 വയസ്സ് കഴിഞ്ഞ കർദിനൽമാർക്ക് അല്ലെങ്കിൽ കർദിനാൾമാർക്ക് അവിടെ പ്രവേശനമില്ല. അവർക്ക് വോട്ടവകാശമില്ല. പങ്കെടുക്കാൻ, പക്ഷേ വോട്ടവകാശമില്ല. അപ്പോൾ അവരിരുന്നാണ് വോട്ട് ചെയ്യുന്നത്. അതിൽ 250 കർദിനാൾമാരുള്ളതിൽ 138 പേർക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ. അപ്പോൾ അവർ കൂടിയിരുന്നിട്ട് ഒരു കോട്ടേജിനുള്ളിലാണ്. പുറത്തുമായി ബാഹ്യ ലോകവുമായിട്ട് യാതൊരു സമ്പർക്കവും ഇല്ലാത്ത കുടിൽ അവിടെ ഇരുന്നു കൊണ്ട് അവർ തീരുമാനിക്കും. അപ്പോൾ അവർ നിർദ്ദേശിക്കുന്ന കർദിനാളിനെ, നാമനിർദ്ദേശം ചെയ്യുന്ന കർദിനാളിൻ്റെ പേര് അവിടെ കുറിച്ച് വയ്ക്കും. അപ്പോൾ ഇവരെല്ലാം കൂടെ തീരുമാനിച്ചു അതിലൊരു 2/3 ഭൂരിപക്ഷം ആരെങ്കിലും ഒരാൾക്ക് കിട്ടിയാൽ മാത്രമേ അദ്ദേഹത്തെ പോപ്പായി പ്രഖ്യാപിക്കുകയുള്ളൂ. അപ്പോൾ ആ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന് ബാഹ്യ ലോകത്തിന് അറിയാൻ യാതൊരുവിധ ഏർപ്പാടുകളില്ല. ഫോണില്ല, മെസ്സേജില്ല, യാതൊന്നുമില്ല, വയർലെസ് ഇല്ല. അപ്പോൾ ഇതിനറിയാനുള്ളൊരു മാർഗ്ഗമെന്ന് പറഞ്ഞാൽ ഈ കോട്ടേജിൻ്റെ ഒരറ്റത്ത് ഒരു കുഴലുണ്ട്. അപ്പോൾ ഇതിൽ സമർപ്പിച്ചിരിക്കുന്ന നാമനിർദ്ദേശ പത്രികകളുടെ പേപ്പറെല്ലാം കൂടി എടുത്തിട്ട് കത്തിക്കും. ആ കത്തിച്ച പുക വെളിയിലോട്ട് വിടും. അപ്പോൾ കത്തിച്ച പുക കറുത്തതായിരിക്കും. അപ്പോൾ വെളുത്ത പേപ്പർ കത്തിക്കുമ്പോഴും കറുത്ത പുകയാണ് പുറത്തേക്ക് വരുന്നത്. ആ കറുത്ത പുകയാണെങ്കിൽ തീരുമാനം ആയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. ഇനി ഇത് ആയിക്കഴിഞ്ഞാൽ വെളുത്ത പുക ആ പുകക്കുഴലിൽ കൂടി പുറത്തേക്ക് വരും. അതാണ് ലോകത്തിന് ഇവിടെ ഒരു പാപ്പ ആയിരിക്കുന്നു എന്ന് ഉള്ള സന്ദേശം. അതുമാത്രമല്ല, എന്നിട്ട് പോപ്പ് ആയിട്ട് ഇദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് വത്തിക്കാനിൽ ബസിലിക്കയുടെ മുമ്പിൽ നിന്നിട്ട് അതിന് നിയുക്തനായ കർദിനാൾ വായിക്കുകയും ചെയ്തു. അതുകൂടെ അദ്ദേഹത്തെ അഭിഷിക്തനാക്കി. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ വെള്ളവസ്ത്രം, പരമ്പരാഗത വസ്ത്രം ധരിക്കുകയും പിന്നെ അതിൻ്റേതായിട്ടുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ അതുണ്ടാകും. അത് BBC-യൊക്കെ ലോക ചാനലുകളൊക്കെ തന്നെ തത്സമയം സംപ്രേഷണം ചെയ്ത നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ചടങ്ങുകൾ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അടുത്ത പോപ്പിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടാവുക, ഒരു പരിണാമം സംഭവിക്കുക. അപ്പോൾ ലോകത്തുള്ള കാത്തലിക്കരിൽ വളരെയധികം പേര് ഇപ്പോൾ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടിയിട്ട്, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയുമാണ് ഇപ്പോൾ. പക്ഷേ ഇദ്ദേഹം ഈ സ്ഥാനം ഇപ്പം സാധാരണ ഇതിലിരിക്കുന്ന തന്നെ ആയിരിക്കും, അവിടെ ഇരിക്കുമ്പോൾ ആ പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ ആയിരിക്കും ഇവർക്ക് പലപ്പോഴും അല്ലേ അന്ത്യമൊക്കെ അതിനിടയ്ക്ക് വെച്ച് ഒഴിഞ്ഞു പോകാറ്, സ്ഥാനം ഒഴിഞ്ഞു പോകുന്നവരും അപൂർവമായിട്ട് മാത്രം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെയായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഒരു പക്ഷേ അബോധാവസ്ഥയിലായിരിക്കുമല്ലോ ഇപ്പോൾ, സ്ഥാനത്തിൽ നിന്ന് അല്ല, അബോധാവസ്ഥയിലല്ല, അല്ല, വേദനയുണ്ടെന്നേ ഉള്ളൂ. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, ഒരു കാര്യവും മറച്ചു വെക്കാൻ നിങ്ങൾ ലോകത്തെ അറിയിച്ചു കൊള്ളുക. ഈ പോപ്പ് തന്നെയാണ്, മാർപ്പാപ്പ തന്നെ പറഞ്ഞതായിട്ടാണ് നമുക്ക് സന്ദേശം. ബോധാവസ്ഥയിലാണെങ്കിൽ ഇദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ലല്ലോ ഞാൻ പിന്നെ സ്ഥാനം ഒഴിയുന്നു. അത് വെറുതെ പിന്നെ റൂമർ പറയുന്നത് അദ്ദേഹം മരിച്ചു എന്നൊക്കെ ആളുകൾ വെറുതെ അപവാദം പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ വഷളാണ്, അദ്ദേഹത്തിന് തന്നെ അറിയാം. അത് തിരിച്ചൊരു വരവിനുണ്ടാകുമോ? അദ്ദേഹം ധൈര്യപൂർവ്വം ഇതിനെയെല്ലാം നേരിടുകയാണ്. പക്ഷേ വേറൊരു വലിയ സന്ദേശം ഇദ്ദേഹം നൽകുന്നില്ലേ നമുക്ക്? കാര്യം ഇതൊക്കെ ഈ മരണം എന്നൊക്കെ പറയുന്നത് അനിവാര്യമായ ഒന്നാണ് അല്ലേ? അതങ്ങനെ സംഭവിക്കണം, അത് അതിൻ്റെ ക്രമമാണ്. അതിലേക്ക് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ, അല്ലാതെ ഇതൊരു വലിയ ഞെട്ടലുണ്ടാക്കേണ്ട കാര്യമൊന്നും അല്ല എന്നുള്ള രീതിയിലല്ലേ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത് എൻ്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നു, അങ്ങനെയാണല്ലോ ബൈബിളിലെ സങ്കല്പം തന്നെ അങ്ങനെയാണ്. സമയമാകുന്ന രഥത്തിൽ ഞാൻ തിരിച്ച് എൻ്റെ തന്നെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ എന്നെ കർത്താവും അതുപോലെ തന്നെ പരിശുദ്ധ പിതാവും എല്ലാം തന്നെ അവിടെ എന്നെയും കാത്ത് ഇരിക്കുന്നുണ്ട്. ആ സന്നിധിയിലേക്കാണ് ഞാൻ പോകുന്നതെന്നുള്ളതാണല്ലോ സങ്കല്പം. സമയമാൻ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്നാണ്, സ്വർഗത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വർഗയാത്രയാണെന്നുള്ളതാണ് അവരുടെ വിശ്വാസവും സങ്കല്പവും എല്ലാം. അപ്പോൾ അതിൽ അദ്ദേഹം ദുഃഖിക്കുകയല്ല ചെയ്യുന്നത്, സന്തോഷിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. പിന്നെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന നഷ്ടം മാത്രമാണ് ഇതിലെ ഒരു
പിന്നെ നമ്മളെ ദുഃഖിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വെറും മനുഷ്യജീവികളായതുകൊണ്ട് മാത്രം നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ കർദിനാൾമാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ദുഃഖം ഉണ്ടാക്കുന്ന സംഭവമല്ല. അദ്ദേഹം അങ്ങ് സ്വർഗരാജ്യത്തിലേക്ക് സമയമാകുന്ന രഥത്തിൽ അനിവാര്യമായിട്ടുള്ള ആ യാത്ര നടത്തുക എന്നുള്ളത് തന്നെയാണ് അവരുടെ വിശുദ്ധമായ സങ്കല്പം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.